ഈ ഒരു പലഹാരം ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാകും. വീട്ടിൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയിലോ ഗോതമ്പ് പൊടിയിലോ ഇത് ഉണ്ടാക്കാവുന്നതാണ്. നോർമലി മൈദയിലാണ് ഇത് ഉണ്ടാക്കാറ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ടൊന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് രണ്ടായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് മൈദയുടെ ആവശ്യം വരില്ല ഇത് പരത്തിയെടുക്കുമ്പോൾ. കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡയമണ്ട് ഷേപ്പിലേക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഡയമണ്ട് കട്ട്സ് ആണ്. നമ്മളുടെ നാട്ടിൽ ഇതിനെ പെട്ടിയപ്പം എന്നും കൂടെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കൂ കേട്ടോ. ഈ ഒരു രീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു സമയം വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ അങ്ങനെ ഒരുപാട് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളിന്ന് ഇതിൻ്റെ മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പഞ്ചസാര പാനിയാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കി എടുത്തോളൂ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ ഇപ്പം നോക്കൂ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കേണ്ടത് 1 നൂൽ പരുവത്തിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് വേണം. ഏകദേശം 2 നൂൽ പരുവത്തിൻ്റെ അടുത്തെത്താൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഇത് 1 നൂൽ പരുവം നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡോളം ഒന്നും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും പഞ്ചസാരപ്പാനി നല്ലപോലെ തന്നെ ഒന്ന് പതഞ്ഞൊക്കെ വന്ന് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ തന്നെ കോട്ടായിട്ട് വരും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ ഇതിപ്പോൾ നല്ല പോലെ തന്നെ കവറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.